പഴയ തറവാടിൻ്റെ വീട്ടുപൂമുഖത്ത് ഇപ്പോഴും ആ പഴയ റേഡിയോയിൽ ഒരു ഗസൽ പാട്ട് ഒഴുകി നടക്കുന്നുണ്ട്. പെരുമഴ പെയ്തു തോർന്ന ആ വൈകുന്നേരം മുറ്റത്തെ മൺപാതയിലൂടെ തങ്ങളെ തേടി വരുന്ന ആ കാറിനെയും കാത്ത് സുലൈമാൻ ഹാജി ഇരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ അമീർ വിദേശത്ത് നിന്ന് തിരിച്ചു വരുന്നു. പക്ഷേ പഴയതുപോലെ ആ സന്തോഷത്തോടെയല്ല, തകർന്നു പോയ ഒരു മനസ്സായിട്ടാണ് അവൻ വരുന്നത്. കഥ തുടങ്ങുന്നത് 5 വർഷം മുമ്പാണ്. കോളേജ് കാലത്താണ് അമീർ റെയ്ഹാനയെ ആദ്യമായി കാണുന്നത്. ഒരു കടും നിറമുള്ള സാരി ഉടുത്ത്, മുഖത്ത് പ്രകാശം പരത്തുന്ന തട്ടവും ധരിച്ച്, കയ്യിൽ കുറേ പുസ്തകങ്ങളുമായി നടന്നു പോകുന്ന റെയ്ഹാന ഒരു ഒഴുക്കുള്ള കവിത പോലെയാണ്. അവരുടെ പ്രണയം വളരെ പവിത്രമായിരുന്നു. പരസ്പരം കാണുമ്പോൾ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്ന, കത്തുകളിലൂടെ പ്രണയം കൈമാറുന്ന പഴയകാല സുന്ദരമായ പ്രണയം. ഒടുവിൽ ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെ റെയ്ഹാന അമീറിൻ്റെ സ്വന്തമാകുന്നു. ഹാജിയുടെ ആ വലിയ തറവാട്ടിൽ റെയ്ഹാന എത്തിയതോടെ വീടിനൊരു പ്രത്യേക ഭംഗി കൂടി. ഉമ്മാക്കും ഉപ്പാക്കും അവൾ സ്വന്തം മോളെ പോലെ. അമീറിൻ്റെ ലോകം തന്നെ അവളായിരുന്നു. നമുക്കേ ഒടുക്കം വരെ ഇങ്ങനെ ജീവിക്കണം ട്ടോ. ഒരാൾ പോയാൽ മറ്റാൾക്ക് ജീവിക്കാൻ പറ്റാത്ത പോലെ പ്രണയത്തോടെ. കയ്യിലെ മൈലാഞ്ചിയിലേക്ക് നോക്കി റെയ്ഹാന അന്ന് പറഞ്ഞ വാക്കുകൾ അമീറിൻ്റെ കാതുകളിൽ തുളച്ചു കയറുന്നു. പക്ഷെ ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് 2ാം വർഷം അമീറിന് വിദേശത്ത് ഒരു നല്ല ജോലി കിട്ടി. അവിടെ എത്തിയിട്ട് അവൾക്ക് വിസ ശരിയാക്കി കൂടെ കൊണ്ടുപോകാനാണ് അവൻ തീരുമാനിച്ചത്. അവിടെയാണ് അവരുടെ വിധി വില്ലനാകുന്നത്. അവൻ പോയി കൃത്യം 3 മാസം തികയുമ്പോഴാണ് റെയ്ഹാനയ്ക്ക് നല്ല പനിയായി ആശുപത്രിയിൽ പ്രവേശിച്ചത്. അമീർ നാട്ടിലേക്ക് തിരിക്കാൻ ടിക്കറ്റ് എടുത്തെങ്കിലും അവൻ അവളെ ജീവനോടെ കാണാൻ വിധി അനുവദിച്ചില്ല. ഒരു പുലർച്ചെ സുബഹി ബാങ്ക് വിളിക്കുന്ന സമയത്ത് അമീറിൻ്റെ പേര് വിളിച്ച് റെയ്ഹാന ഈ ദുനിയാവിനോട് വിട പറഞ്ഞു. അവളുടെ പെട്ടെന്നുള്ള വിയോഗം ആ കുടുംബത്തെ ആകെ തകിടം മറിച്ചു. ഉമ്മയും ഉപ്പയും തളർന്നു പോയി. ഖബറടക്കത്തിന് പോലും എത്താൻ കഴിയാതിരുന്ന അമീറിന് മാനസികമായി പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ആ വിരഹത്തിൻ്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ പിന്നെ ആ നാട്ടിലേക്ക് വരാൻ ഭയന്നു. ഇപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷമാണ് അമീർ ആ വീടിൻ്റെ പടികൾ കയറുന്നത്. കാറിൽ നിന്നിറങ്ങിയ മകനെ കണ്ട് ഹാജിയുടെയും ഉമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. താടിയെല്ലാം നീട്ടി, കൺതടങ്ങൾ കറുത്ത്, തീർത്തും നിശബ്ദനായ ഒരു അമീറിനെയാണ് അവർ കണ്ടത്. അവൻ ആരോടും അധികം സംസാരിച്ചില്ല. നേരെ പോയത് മുകളിലെ അവരുടെ പഴയ മുറിയിലേക്കാണ്. മുറി തുറന്നപ്പോൾ അമീറിൻ്റെ നെഞ്ച് പിടഞ്ഞു. അവിടെ റെയ്ഹാനയുടെ മണം ഇപ്പോഴും തിങ്ങി നിൽക്കുന്നു. അവൾ ഭംഗിയായി മടക്കി വെച്ച സാരികൾ, അവളുടെ അത്തറിൻ്റെയും കൺമഷിയുടെയും കുപ്പി, കണ്ണാടിയുടെ വശത്ത് ഒട്ടിച്ചു വെച്ച ചെറിയൊരു പ്രണയക്കുറിപ്പ്. രാത്രിയിൽ ഉമ്മ പതുക്കെ ആ മുറിയിലേക്ക് വന്നു. അമീർ റെയ്ഹാനയുടെ ഒരു പഴയ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുകയാണ്. മോനെ. ഉമ്മ അവൻ്റെ തലയിൽ കൈവച്ചു. എനിക്ക് പറ്റണില്ല ഉമ്മ. ഇവിടെ എങ്ങും ഓളില്ലാതെ എനിക്ക് ജീവിക്കാൻ പകുതി ജീവനും കൊണ്ടല്ലേ ഓള് പോയത്. ഈ വിരഹം എന്നെ കൊല്ലാതെ കൊല്ലുന്നു. അമീർ ഉമ്മയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. താഴെ നിന്ന് ഹാജിയും ആ മുറിയിലേക്ക് വന്നു. മകൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, റെയ്ഹാന നമ്മളെ വിട്ടു പോയിട്ടില്ലടാ. ഓള് നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്. ദുനിയാവിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ, അത് പരലോകത്ത് അള്ളാഹു നൽകുന്ന ഒരു ഒത്തുചേരലിനുള്ള കാത്തിരിപ്പാണ്. നീ തളർന്നാൽ എൻ്റെ ഈ ഉമ്മയും ഞാനും ആർക്കു വേണ്ടിയിട്ടാടാ ജീവിക്കേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടി നീ ഇനി ജീവിക്കണം, നല്ലൊരു മകനായിട്ട്, ഞങ്ങൾക്ക് തണലായി. ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം അവനെ ജീവിക്കാനുള്ള പുതിയ പ്രതീക്ഷ നൽകി. അവൾ തനിച്ചാക്കി പോയതല്ല, തൻ്റെ ഹൃദയത്തിൽ എന്നെന്നും ജീവിക്കുന്ന നിലാവാണ് റെയ്ഹാന എന്നവൻ തിരിച്ചറിഞ്ഞു. അമീർ ഇപ്പോൾ നാട്ടിലൊതുങ്ങിക്കൂടിയിട്ട് 1 വർഷമാകുന്നു. താടിയും മുടിയുമൊക്കെ ഒതുക്കി ഒരു പുതിയ അമീറായി ഉപ്പയുടെ ബിസിനസ്സിൽ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയെങ്കിലും ആ പഴയ ചിരി അവന് തിരിച്ചു കിട്ടിയിട്ടില്ല. റെയ്ഹാനയുടെ ഓർമ്മകൾ ഒരു തണൽ പോലെ എപ്പോഴും അവൻ്റെ കൂടെയുണ്ടായിരുന്നു. മകൻ്റെ ഈ നിശബ്ദത ഉപ്പയെയും ഉമ്മയെയും ഒരുപാട് വിഷമിപ്പിച്ചു.
തങ്ങൾക്കപ്പുറം തങ്ങളുടെ കാലശേഷവും അമീറിന് കൂട്ടായി ഒരു ജീവിത പങ്കാളി വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെയിരിക്കെയാണ് ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അമീർ ആ പെൺകുട്ടിയെക്കുറിച്ച് കേൾക്കുന്നത്. അസ്മ